സ്മാർട്ട് ആൻഡ് ഈസി ആക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു എക്സൈറ്റിംഗ് ടെക് വീഡിയോ ആണ്. ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതും എഡിറ്റിംഗ് ഒന്നും അറിയാതെ, ഒരു ചെറിയ എമൗണ്ട് പോലും പേ ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു AI ടൂളാണ് ഈ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. AI യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ധാരാളം ഇമേജുകളും വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് കാർട്ടൂൺ ആനിമേറ്റഡ് ടൈപ്പും നമ്മളുടേതായിട്ടുള്ള റിയൽ ഫോട്ടോസ് തന്നെ നമുക്ക് ആഡ് ചെയ്ത് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിൽ പറ്റും. ഈ ഒരു ടൂൾ അൺലിമിറ്റഡ് ആയി നമുക്ക് ദിവസം യൂസ് ചെയ്യാനുള്ള ഒരു ടിപ്പും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണണം. ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അതിലൂടെ നമ്മളുടെ വീഡിയോസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ താമസിയാതെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡൈജൻ എന്ന ഈ ഒരു പവർഫുൾ ടൂളിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ digen.ai എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂള് ആക്സസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഒരു AI ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ ടൂൾ ഓപ്പൺ ചെയ്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാറ്റിൻ്റെ ഒരു ഇമേജൊക്കെ നമുക്ക് കാണാം. ഒരു കാർട്ടൂണിക് ടൈപ്പ് ക്യാരക്ടറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോംപ്റ്റ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഇമേജാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെറുതായി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇമേജസ് ഈ ഒരു AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ കാർട്ടൂണിക് ടൈപ്പാണ് ഇവിടെ കാണുന്നതെങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇമേജസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്ലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ കയ്യിലുള്ള ഏതൊരു ഇമേജും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ വീഡിയോ ആക്കി മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ ഇമേജസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ള ഒരു ടെക്സ്റ്റിനെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോംപ്റ്റിൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാം. ഏത് ടൈപ്പ് ഇമേജ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഈ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് മോഡൽ നമുക്കിതിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് ടൈപ്പ് ഇമേജ് മോഡലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു സെക്ഷനാണ്. ഫാസ്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തേത് ബേസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഡിഫോൾട്ട് മോഡലാണ് അത് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് സെലക്ട് ചെയ്ത് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളുടെ ഇമേജ് പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് എ മദർ കുക്കിംഗ് ഫുഡ് ഫോർ ഹെർ ചൈൽഡ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇനി ഒരു കോമ ഇടുക. ഏത് ടൈപ്പ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്? കാരണം ഇതിപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ റിയൽ ടൈപ്പ് ഇമേജസ് ആയിട്ടും ജനറേറ്റ് ആവും. അപ്പോൾ നമുക്ക് റിയൽ ടൈപ്പ് ഇമേജസ് ആണോ ഇനി നമുക്ക് കാർട്ടൂൺ ടൈപ്പ് ആണോ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാനൊരു കാർട്ടൂൺ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. കാർട്ടൂൺ സ്റ്റൈൽ. അപ്പോൾ നമ്മളിവിടെ സ്റ്റൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ട ഒരു കോമ ഇട്ടതിന് ശേഷം ഏത് ടൈപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജിൽ, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് വാം കളേഴ്സ്, കോമ ഹാപ്പി എക്സ്പ്രഷൻസ്, കോമ ട്രഡീഷണൽ ഡ്രസ്, ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സെക്കൻഡുകൾ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. ഈ ജനറേറ്റ് ചെയ്ത ഇമേജ് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഇമേജ് ഡൗൺലോഡ് ആവാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡായി നമുക്കിവിടെ കിട്ടി. ഞാനിത് ഓപ്പൺ ചെയ്യാം. വാട്ടർമാർക്കൊന്നും ഇല്ലാതെ ഈ ഒരു ഇമേജ് ഇതുപോലെ നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചേഞ്ചസ് നമുക്ക് ഈ പ്രോംപ്റ്റിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണം ഒരു ഇന്ത്യൻ ട്രഡീഷണൽ സ്റ്റൈലാണ് നമുക്ക് ഈ ഒരു ഇമേജ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ആഡ് ചെയ്ത ടെക്സ്റ്റിൽ
ഇപ്പോൾ ഇതിൽ ട്രഡീഷണൽ ഡ്രസ്സ് എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് എന്നും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റിൽ ഇതുപോലെ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് സെലക്ട് ചെയ്താൽ മതി വീഡിയോ ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് ഇതാ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ഇമേജ് ഇവിടെ ഇതുപോലെ കാണാൻ പറ്റും. നല്ല കളർഫുള്ളായിട്ട് ഈ ഒരു ഇമേജ് നമുക്ക് ഇതുപോലെ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു ഇമേജിനെ ഇനി വീഡിയോ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ ഒരു വീഡിയോ പ്രോംപ്റ്റിൽ എന്ത് ടൈപ്പ് ആക്ഷൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മുകളിലായിട്ട് റിയൽ മോഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള 2 ടൈപ്പ് മോഡൽ എൻജിൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റത്തെ റിയൽ മോഷൻ 2.0 എന്നുള്ള ഒരു എൻജിനാണ്. രണ്ടാമത്തേത് വാൻ 2.1 എന്നുള്ള എൻജിനാണ്. ഫസ്റ്റത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ നല്ല ഫാസ്റ്റായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ തന്നെയാണ് ഇതിൽ സെലക്ട് ആയി കിടക്കുന്നത്. നമ്മളിത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സെറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി താഴെ പ്ലീസ് സെലക്ട് എ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈപ്പ് മ്യൂസിക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് മ്യൂസിക്കാണ് ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിലുള്ള മ്യൂസിക് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട, നമ്മളുടേതായിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, ഒരു സോങ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് എന്നുള്ള ഈ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട മ്യൂസിക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇതിലുള്ളൊരു മ്യൂസിക് തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് താഴെ ലിപ് സിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു AI ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു മ്യൂസിക്കായിട്ട് ലിപ് സിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എനബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ലിപ് സിങ്ക് മോഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, എനബിൾ ചെയ്യുക. അപ്പോൾ ഇത് എനബിൾ ആയി കഴിഞ്ഞു. പിന്നെ ഈ ലിപ് സിങ്കിൽ ഇവിടെ ഒരു ഹ്യൂമൻ ഹെഡ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ നമ്മളിതാണ് ലിപ് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ താഴെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്പീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ഓഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ ലിപ് സിങ്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ആഡ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു ജസ്റ്റ് ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടാണ് ഈ ഒരു ലിപ് സിങ്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് ഡിഫോൾട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാണ്. ഇനി നമുക്ക് താഴെ വീഡിയോ പ്രോംപ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ പ്രോംപ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ വേണ്ടത്, ഏത് ടൈപ്പിലുള്ള ഒരു ആനിമേഷനാണ് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ മദർ കുക്കിംഗ് ഫുഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. ആദ്യം ഫുഡ് ഫോർ ഹെർ ചൈൽഡ് എന്ന് ടൈപ്പ് ചെയ്യാം. പിന്നെ ഒരു കോമ ഇട്ടിട്ട് ഹാപ്പി എക്സ്പ്രഷൻസ്, സ്മൈലിംഗ്. ഇനി ഇവിടെ താഴെ വീഡിയോ കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് 5 സെക്കൻഡ് ആണ്, പിന്നെ 10 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് 5 സെക്കൻഡ്സ് ആനിമേഷനാണ് വേണ്ടത്, 10 സെക്കൻഡ്സ് ആനിമേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ 10 സെക്കൻഡ്സ് വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ജനറേറ്റ് വീഡിയോ എന്നുള്ള ഈ ഒരു സെക്ഷൻ താഴെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ നമ്മുടെ വീഡിയോ ജനറേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ്സിലാണ് ഈ വീഡിയോയുടെ ജനറേഷൻ ടൈം നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു വീഡിയോനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിതുപോലെ കാണാം. ഇതിവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്ത ഇമേജിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇമേജസിനൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊരു വാട്ടർമാർക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വാട്ടർമാർക്ക് വേണ്ട, അത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് വാട്ടർമാർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് പെയ്ഡാണ്. $4.99 ആണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർമാർക്ക് നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ഡൈജൻ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നതും നമുക്കിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു ടിപ്പ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ Digen.ai എന്ന് നമ്മൾ ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്യാം. ഇതിൽ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, പിന്നെ ഇമെയിൽ ID നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഡെയിലി ജനറേഷൻ ലിമിറ്റോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു 300 ലിമിറ്റ്സ് ഒക്കെയാണ് നമുക്കതിൽ കിട്ടുന്നത്. അത് ഡെയിലി ലിമിറ്റ്സ് ആയിട്ടൊക്കെയാണ് നമുക്കതിൽ വരിക. അപ്പോൾ ആ ക്രെഡിറ്റ്സിലാണ് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്താലാണ് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ പേ ചെയ്യാതെ ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയി വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എൻ്റർ യുവർ ഇമെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ടെംപ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ടെംപ് മെയിൽ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ടെംപ് മെയിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഡിസ്പോസിബിൾ ടെമ്പററി ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ യുവർ ടെമ്പററി ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ യുവർ ടെമ്പററി ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമെയിൽ ഐ ഡി നമുക്കിവിടെ ക്രിയേറ്റ് ആയി കിട്ടി. അപ്പോൾ നമുക്കിത് ജസ്റ്റ് റൈറ്റ് സൈഡിൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ കോപ്പി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കോപ്പി ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച ഡൈജൻ എയുടെ പേജിലേക്ക് നമുക്ക് വരാം. അവിടെ എൻ്റർ യുവർ ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഈ കോപ്പി ചെയ്ത ഇമെയിൽ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെ സെൻഡ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിനൊരു വെരിഫിക്കേഷൻ കൊടുക്കണം. ആ വെരിഫിക്കേഷൻ കൊടുത്താലാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ ആ കോഡ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടെംപ് മെയിലിൻ്റെ ആ ഒരു പേജ് നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കോഡ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഡൈജൻ എയുടെ പേജിലേക്ക് വരാം. വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ആ കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. കൺഫേം ന്യൂ പാസ്വേഡ് എന്നുള്ള 2 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് പാസ്വേഡാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഡൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഫ്രീ ക്രെഡിറ്റ്സ് 300 ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇമെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഇമെയിലുകൾ യൂസ് ചെയ്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും വീഡിയോസ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും ഇമേജസിനെ ജനറേറ്റ് ചെയ്യാനും ആ ഇമേജസിൽ നിന്ന് വീഡിയോസിനെ ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതുപോലെ നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസിനെയും ഓൺ ഫോട്ടോസിനെയും ഒക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടും ഇതുപോലെ വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു AI ടൂളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഈ ഒരു ടൂള്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.